പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ക്യാൻസർ രോഗി ഏത് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്, ഏത് പാനീയങ്ങൾ കുടിക്കുന്നതാണ് നല്ലത്? നിരവധി തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഏറ്റവും ആധുനികമായ ഭക്ഷണ സാധനങ്ങൾ മാക്ഡൊണാൾഡ്സ്, കില്ലർ എഫ്സി, പിശാച് ഹട്ട്, പിന്നെ പാക്കറ്റിലാക്കി ടിന്നിലടച്ച് ടെട്രാ പാക്കുകളിലായി അനേകം തരത്തിലുള്ള പാനീയങ്ങളുണ്ട്. ചായ, കാപ്പി, ഹാർലിക്സ്, ബൂസ്റ്റ്, ബോൺ വിറ്റ്, കാശുണ്ടാക്കുന്ന നിരവധി സാധനങ്ങൾ, ബിയറും റമ്മും ബ്രാൻഡിയും വിസ്കിയും വൈനും വോഡ്കയും ചാരായവും കള്ളും, ഇങ്ങനെ നിരവധി തരത്തിലുള്ള പാനീയങ്ങളും ഭക്ഷണ സാധനങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. ഒരു ക്യാൻസർ രോഗി ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? മുട്ടയും പാലും മണ്ടൻ ബ്രെഡുമെന്ന് അലോപ്പതിക്കാർ പറയും. അത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണോ ക്യാൻസർ രോഗി കഴിക്കേണ്ടത്, ക്യാൻസർ ചികിത്സയിൽ കഴിക്കേണ്ടത്, ക്യാൻസർ വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കുന്നത്? അതോ ഞങ്ങൾ പറയുന്ന പ്രകൃതി ജീവന ഭക്ഷണമാണോ? ധാരാളം പഴങ്ങളും വേവിച്ചതും വേവിക്കാത്തതുമായ പച്ചക്കറികളും അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളും കരിക്കും തേങ്ങയും അങ്ങനെയായ പച്ചവെള്ളവും നിറഞ്ഞ വാഴപ്പിണ്ടി നീര് സഹിതമുള്ള ആഹാര സാധനങ്ങളാണോ കഴിക്കേണ്ടത്? ഇത് നമ്മുടെ കോട്ടയത്തെ ക്യാൻസറുകാരൻ ജോജോയോടുള്ള ഒരു ചോദ്യം കൂടിയാണ്. കോട്ടയത്തെ ഒരു ഓങ്കോളജിസ്റ്റ്, കുപ്രശസ്തനായ ക്യാൻസർ കരിക്കലുകാരൻ, തൻ്റെ അമ്മയെ ഡോക്ടർ CP മാത്യുവിൻ്റെ സിദ്ധ ചികിത്സയ്ക്കും പ്രകൃതി ചികിത്സയ്ക്കും വിധേയമാക്കിയപ്പോൾ അമ്മയ്ക്കും ക്യാൻസർ ആയിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ഏത് തരം ഭക്ഷണമാണ് ആ ഡോക്ടർ തൻ്റെ അമ്മയ്ക്ക് നൽകിയത്? ബീഫ് ഫ്രൈയും ചിക്കൻ മട്ടൻ ബിരിയാണികളും ഷവർമയും കുഴിമാന്തിയും ഹംബർഗർ ഹോട്ട് ഡോഗും ഒക്കെയാണോ? നമുക്കൊന്ന് അറിയണമല്ലോ. ചായയും കാപ്പിയും തോന്നുമ്പോഴൊക്കെ കൊടുത്തിരുന്നോ? ഹോർലിക്സ് കലക്കി കൊടുക്കുകയാണോ ചെയ്തത്? അതോ കരിക്കും വെള്ളവും വാഴപ്പിണ്ടി നീരുമൊക്കെയാണോ കൊടുത്തിരുന്നത്? ജോൺ ഹോപ്കിൻസ് ഹോസ്പിറ്റൽ ഉണ്ട് അമേരിക്കയിൽ. നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ, പ്രമുഖരായ നേതാക്കൾ, അവർക്ക് ക്യാൻസർ പിടിക്കുമ്പോൾ കോട്ടയത്തെ ഈ ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കോ RCCയിലെ ഓങ്കോളജിസ്റ്റുകളുടെ അടുത്തേക്കോ കേരളത്തിലുള്ള ഏക ദൈവം ക്യാൻസർ ദൈവത്തിൻ്റെ അടുത്തേക്കോ ഒന്നുമല്ല ഓടുന്നത്. അവരെല്ലാം നേരെ അമേരിക്കയിലേക്ക്, ജോൺ ഹോപ്കിൻസിലേക്ക്, അതുപോലുള്ള ചില ക്യാൻസർ ചികിത്സാലയങ്ങളിലേക്കാണ് പോകുന്നത്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ജോജോ സഹിതമുള്ള ഒരു ക്യാൻസർ വിദഗ്ധനെയും അവർക്ക് ബോധ്യമില്ല, വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് വ്യത്യാസമില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ ക്യാൻസർ രോഗികളിൽ അല്പമെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുള്ളവർ ഈ നേതാക്കന്മാരുടെ അടുത്ത് ചെന്നിട്ട് ഒരു ശുപാർശ കത്ത് വാങ്ങും. എന്നാൽ മാത്രമേ ഈ ക്യാൻസർ ദൈവങ്ങളെ കയറി കാണാൻ പറ്റത്തുള്ളൂ. നല്ല പരിഗണന കിട്ടണമെങ്കിലും ഇവരൊക്കെ ഭയങ്കര തിരക്കാണ്. കിട്ടിയാൽ തന്നെ 2 മിനിറ്റ് കിട്ടും, അത്രയ്ക്ക് തിരക്കാണ്. ക്യാൻസർ അങ്ങനെ ഭീകരമായി പിടിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു കത്തുണ്ടെങ്കിൽ ഇവർ വലിയ പരിഗണന കൊടുക്കും, ശ്രദ്ധ കൊടുക്കും, സൗകര്യങ്ങൾ കൊടുക്കും, ചികിത്സ കൂടുതൽ നന്നായി കിട്ടുമെന്നാണ് ആളുകളുടെ വിശ്വാസം.
ഇവർ കൂടുതൽ നന്നായി ചികിത്സ ചെയ്താൽ കൂടുതൽ ദുരിതമാണ് കിട്ടുക എന്നുള്ളത് പാവം ജനത്തിനറിയില്ലല്ലോ. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ സ്ഥിരമായി ശുപാർശ കത്തുകളൊക്കെ നൽകുകയും വളരെ വേണ്ടപ്പെട്ട രോഗികളാണെങ്കിൽ അവർക്കെന്ത് സംഭവിക്കുന്നു എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നതായി കണ്ടാലല്ലേ ഈ നേതാക്കന്മാർക്ക് ഇവരുടെ ചികിത്സയിൽ ഇവരിൽ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ആരെയും കാണാറില്ല. പലരും പറയാറുണ്ട്, MES കോളേജിൽ ഡോക്ടർ ഗംഗാധരൻ ഒരു ക്ലാസ്സിന് ചെന്നപ്പോൾ നാഷണൽ സർവീസ് സ്കീമിലെ പെൺകുട്ടികൾ ചോദിച്ചു, സാറ് പറയുന്നു നേരത്തെ കണ്ടുപിടിച്ചാൽ ക്യാൻസർ സുഖപ്പെടുത്താൻ പറ്റും, പക്ഷെ ഞങ്ങളുടെ ചുറ്റുപാടും ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് നേരത്തെ തന്നെ പോയവരെ ഉൾപ്പെടെ ആരും രക്ഷപ്പെട്ട് കാണുന്നില്ലല്ലോ സർ. ആകെ രക്ഷപ്പെട്ടതായിട്ട് അറിയുന്നത് സെലിബ്രിറ്റികളിൽ ചിലർ മാത്രമാണ്. അതിന് ഉരുണ്ട് കളിച്ചൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് എന്നത് യൂട്യൂബിലൊക്കെ പലരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ക്യാൻസർ ചികിത്സ അല്പമെങ്കിലും വിജയമായിരുന്നെങ്കിൽ പാലിയേറ്റീവ് കൊലപാതക കേന്ദ്രങ്ങൾ ഇങ്ങനെ വ്യാപകമാകുമായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള പാലിയേറ്റീവ് കെയർ സെൻ്ററുകളിൽ ഒരു പഠനം നടത്തിയാൽ അവിടെ കിടക്കുന്നവരൊക്കെ 10, 30, 50 ലക്ഷം ഈ ക്യാൻസർ വിദഗ്ധന്മാർക്ക് ബലി കൊടുത്തിട്ട് പിന്നെ ചികിത്സയ്ക്ക് പണമില്ലാതെ, പണമുണ്ടെങ്കിൽ തന്നെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അടുത്തുള്ള പാലിയേറ്റീവ് കെയറിൽ പോയാൽ മതി. എന്താ കാര്യം? അവരുടെ മരണം ഞങ്ങളുടെ ആശുപത്രിയുടെ ഞങ്ങളുടെ ലിസ്റ്റിൽ പെടരുത്. അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ തള്ളിവിടാനായിട്ട് കുറേ അംഗീകൃത കൊലപാതക കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിൽ പ്രകൃതി ചികിത്സയിൽ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് വരുന്നവരിൽ ഞങ്ങൾക്ക് 99% ക്യാൻസർ ചികിത്സയ്ക്ക് വരുന്നത് ഇവരുടെ എല്ലാം ചികിത്സകൾ ചെയ്ത് മടുത്ത് ഇനി മരിച്ചാൽ മതി, അതാണ് ഭേദം എന്ന രീതിയിലായ ആളുകളാണ്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് അതൊന്നും ചെയ്യാതെ വരുന്നത്. അതിലെല്ലാവരും തന്നെ രക്ഷപ്പെടുന്നു എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. കാരണം ഒരു രോഗത്തെയും ഞങ്ങളായിട്ട് ചികിത്സിച്ചു മാറ്റുന്നില്ല, അത് സാധിക്കില്ല. അതാ വരുന്ന രോഗിയുടെ ശരീരത്തിൻ്റെ പൂർവകാല ചെയ്തികളുടെ അനന്തരഫലം, വേണമെങ്കിൽ അതിനെ കർമ്മഫലം എന്ന് പറയാം. വേണ്ടാത്തതൊക്കെ തിന്നും കുടിച്ചും അറിഞ്ഞും അറിയാതെയും കീടനാശിനികളുടെ, മേക്കപ്പ് സാധനങ്ങളുടെ, വറുത്തുപൊരിച്ച സാധനങ്ങളുടെ, ഒരേ എണ്ണയിൽ ആവർത്തിച്ച് വറുത്തതിൻ്റെ, പലതരം ഇംഗ്ലീഷ് മരുന്നുകളുടെ, ക്യാൻസർ ഉണ്ടാക്കുന്ന 200 മരുന്നുകളുടെ ലിസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ നിങ്ങൾ കയറി നെറ്റിൽ നോക്കിയാൽ മതി. മോർ ദാൻ 200 കോമൺ ഡ്രഗ്സ് മേ കോസ് ക്യാൻസർ. പാരാസിറ്റമോൾ മേ കോസ് ബ്ലഡ് ക്യാൻസർ. നിങ്ങൾ നെറ്റിൽ കയറി നോക്ക്. ഞാൻ എന്തിനാണിത് മുഴുവൻ കൂടുതൽ പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ ഇതൊക്കെ അറിയാനുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും. അതുകൊണ്ട് നേച്ചർ ലൈഫിൽ എൻ്റെ അടുത്ത് വരുന്ന ആളുകളെ ആരെയും ഞാൻ പറ്റിക്കുന്നില്ല. എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാനല്ല നിങ്ങളുടെ രോഗം മാറ്റുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രാണൻ്റെ പ്രവർത്തനമാണ്. നിങ്ങൾ പാലിക്കുന്ന ചിട്ടകൾ അനുസരിച്ചാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്. എനിക്കൊരിക്കലും നിങ്ങളെ നന്നാക്കി തരാൻ പറ്റില്ല. നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരികമായ സംവിധാനങ്ങൾ നന്നാകുന്നത് നിങ്ങൾ കഴിക്കുന്ന നല്ല ഭക്ഷണം, നിങ്ങൾ കുടിക്കുന്ന നല്ല വെള്ളം, നിങ്ങൾ ശ്വസിക്കുന്ന നല്ല വായു, നിങ്ങളുടെ മനസ്സിൻ്റെ സൗന്ദര്യതലങ്ങൾ, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ വിശ്രമം, നിങ്ങളുടെ സ്നേഹ സമൂഹം, ഇതെല്ലാം കൂടിയിട്ടാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരാളുടെയും രോഗം മാറ്റിത്തരാമെന്ന് ഞാൻ പറയില്ല. ഞങ്ങളുടെ അടുത്ത് വരുന്ന ആളുകളിൽ 90, 95, 99% ആളുകളും സന്തോഷത്തോടെയാണ് മടങ്ങുന്നത്. അത്രയ്ക്ക് തുറന്ന സമീപനമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇനി ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി ക്യാൻസർ ഭക്ഷണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന ഭാഗത്തേക്ക് വരാം. ക്യാൻസർ ഡയറ്റ്, ഫുഡ്സ് ടു ആഡ് ആൻഡ് അവോയ്ഡ് ഡ്യൂറിങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. Featured expert
Selvi Rajagopal, MD, MPH. Cancer can affect every aspect of your health, including your appetite and diet. A specialist in internal medicine at Johns Hopkins Medicine explains why your diet is so important during cancer treatment and provides tips on foods to add and avoid. ഇപ്പോൾ ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലെ ആന്തരിക മരുന്ന് വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റ് സെൽവി രാജഗോപാൽ MD ക്യാൻസർ ചികിത്സയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത്, നിങ്ങൾ കഴിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുകയാണ്. ഹൗ ഡസ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അഫക്റ്റ് യുവർ ഡയറ്റ്? ഇപ്പോൾ ഈ ക്യാൻസറിൻ്റെ ചികിത്സ നിങ്ങളുടെ ഭക്ഷണത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത്? ട്രീറ്റ്മെൻറ്റ് സച്ച് ആസ് കീമോതെറാപ്പി ആൻഡ് സം ഫോംസ് ഓഫ് റേഡിയേഷൻ തെറാപ്പി ക്യാൻ കോസ് എ വെറൈറ്റി ഓഫ് സൈഡ് എഫക്ട്സ് ഇൻക്ലൂഡിങ്. അപ്പോൾ കീമോതെറാപ്പി, ചില റേഡിയേഷനൊക്കെ പലതരത്തിലുള്ള ദോഷഫലങ്ങൾ നിങ്ങൾക്കുണ്ടാക്കാനിടയുണ്ട്. അത് കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, ഫാറ്റീഗ്, ലോസ് ഓഫ് ടേസ്റ്റ്, നോസിയ ആൻഡ് വോമിറ്റിംഗ്, മലബന്ധം, വയറിളക്കം, തലകറക്കം അല്ലെങ്കിൽ ക്ഷീണം, രുചി നഷ്ടപ്പെടൽ, പിന്നെ ഓക്കാനം, ഛർദി, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇത് വളരെ വളരെ കുറച്ച് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. പോട്ടെ, അവർ പറഞ്ഞത് മാത്രം നമുക്ക് നോക്കാം. ഇനി അവർ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ കയറി നോക്കുക. വൈ ഈസ് യുവർ ഡയറ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്? ക്യാൻസറിൻ്റെ ചികിത്സയിൽ നിങ്ങളുടെ ആഹാരക്രമം ഏറ്റവും പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ വിശദീകരണങ്ങൾ ചിലത് നൽകിക്കൊണ്ട് അവർ പറയുന്നു, ഹെൽപ്പ് മാനേജ് ട്രീറ്റ്മെൻറ്റ് സൈഡ് എഫക്ട്സ്. അതിൻ്റെ ദോഷഫലങ്ങൾ ഒരുവിധം ഒഴിവാക്കാനല്ല, മാനേജ് ചെയ്യാൻ അത് സഹായിക്കുന്നു. ഇൻക്രീസസ് എനർജി, ഊർജം, ഉന്മേഷം കൂട്ടുന്നു. ഇൻക്രീസസ് മസിൽ ടോൺ, മസിൽ കുറച്ചുകൂടെ ഉണ്ടാകാൻ സഹായിക്കുന്നു. പ്രിസർവ് ഇമ്മ്യൂൺ ഫങ്ഷൻ, രോഗപ്രതിരോധ ശേഷിയെ സംരക്ഷിക്കുന്നു. അത് അതിനെ നശിപ്പിക്കുന്നതാണ് കീമോയും അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു ധ്വനി അതിലുണ്ട്. റെഡ്യൂസ് ഇൻഫ്ലമേഷൻ, നീരുവീഴ്ച, നീർക്കെട്ടുണ്ടാകലൊക്കെ കുറയ്ക്കുന്നു. വാട്ട് ഫുഡ് ഷുഡ് യു ആഡ് ടു യുവർ ഡയറ്റ് ഡ്യൂറിങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്? ക്യാൻസറിൻ്റെ ചികിത്സ നടക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ്? എനിവൺ വിത്ത് എ ക്രോണിക് ഇൽനെസ്, ഈവൺ ഇഫ് ഇറ്റ്സ് നോട്ട് ക്യാൻസർ, ഷുഡ് ഈറ്റ് ഫുഡ്സ് ഹൈ ഇൻ പ്രോട്ടീൻ, healthy fats, all grains and vitamins and minerals. കാര്യമായ ഏതൊരു രോഗമുള്ള ഒരാളും, അത് ക്യാൻസർ മാത്രമാണെന്നില്ല, ഏത് രോഗമാവട്ടെ, പ്രോട്ടീൻ നന്നായിട്ടുള്ള, നല്ല ആരോഗ്യകരമായ കൊഴുപ്പുള്ളത്, തവിട് കളയാത്ത ധാന്യങ്ങൾ, വൈറ്റമിനും മിനറൽസും ഒക്കെ ധാരാളം നന്നായിട്ട് കഴിക്കണം. അതാണ് കഴിക്കേണ്ടത്. ഇഫ് പോസിബിൾ മേക്ക് ദീസ് ഡയറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ബിഫോർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ബിഗിൻസ്, സോ യു വിൽ ബി ഹെൽത്തിയർ ഗോയിങ് ഇൻ ടു ട്രീറ്റ്മെൻറ്റ്. അത് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ക്യാൻസറിൻ്റെ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആരോഗ്യകരമായിരിക്കും. ഇവിടെ വിവേകമുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഈ രീതിയിലൊരു ഭക്ഷണക്രമമാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ ഭക്ഷണ രീതി ഇത് തന്നെ ആയിരിക്കണം, ഇതാകുന്നതാണ് നല്ലത്. ഈ അമേരിക്കക്കാരും അവരുടെ ശാസ്ത്രം പലപ്പോഴും ഒരു ചൂണ്ടുവിരലാണ്. അവർക്ക് നിർബന്ധമില്ല, ശാഠ്യമില്ല. നമ്മുടെ നാട്ടിലെ ചില കച്ചവട ശാസ്ത്രജ്ഞക്കാരാണ് വിരളി പിടിക്കുകയും മർക്കടമുഷ്ടി പിടിക്കുകയും ഇതാണ് ശരി, വേറൊന്നും ശരിയല്ല എന്ന് വീമ്പിളക്കുകയും ചെയ്യുന്നത് കച്ചവട താല്പര്യമുള്ള ശാസ്ത്രക്കാരാണ്. ശാസ്ത്രം വളരെ വിനയവും എളിമയുമുള്ളതാണ്. ഇതേവരെ കിട്ടിയ ഫലങ്ങളനുസരിച്ച് ഞങ്ങൾ നടത്തിയ തിരച്ചിലുകളിൽ ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. കുറച്ചുകൂടെ ഞങ്ങൾ നിരന്തരമായി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയല്ല എന്നറിഞ്ഞാൽ ഞങ്ങളപ്പോൾ അങ്ങനെ പറയും. ആ ഒരു വിനയമാണ് ശാസ്ത്രം. ഇവിടെ സാന്ദർഭികവശാലൊന്നും വേണ്ട, അതിലേക്കൊന്നും പോകണ്ട. നമ്മുടെ സിദ്ധയിൽ ഫീക്കൽ അപ്പിതെറാപ്പി പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ശ്രീധർ വെമ്പുവിനോട് നമ്മുടെ ലിവർ ഡോക്ടർ അബി ഫിലിപ്പ് പറഞ്ഞിട്ട്, എന്തൊരു വിഡ്ഢിത്തമാണ്.
ഞങ്ങളുടെ മോഡേൺ മെഡിസിനിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായി ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ടേ നിങ്ങളുടെ സിദ്ധയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്, ശാസ്ത്രീയമല്ല എന്ന് പറയുന്ന വിവരക്കേടിനെ കുറിച്ച്, ആ വിവരക്കേട് തന്നെയാണ് ജോജോയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോൺ ഹോപ്കിൻസ് തുടർന്ന് പറയുന്നു, ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ്. അയ്യോ, ഇറച്ചി, മുട്ട അല്ല, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ്. അപ്പോൾ പ്രകൃതി ചികിത്സ ജോൺ ഹോപ്കിൻസും തുടങ്ങിയോ? ജോജോ അങ്ങനെയാണോ ജോജോയുടെ ചികിത്സ? അങ്ങനെ ചികിത്സിക്കുന്ന ഞങ്ങൾ അശാസ്ത്രീയരും ഇറച്ചിയും മുട്ടയും പാലും മണ്ടൻ ബ്രെഡും ഒക്കെ തിന്നാൻ പറയുന്ന നിലവിലെ ക്യാൻസർ കരിക്കലുകാരും നിലവിലെ നമ്മുടെ അപ്പാത്തിക്കിരിമാർ, അലോപ്പതി ഡോക്ടർമാരൊക്കെ ശാസ്ത്രീയരുമാണ്. നോക്കാം. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ്. Some of the best foods to eat during chemotherapy or other cancer treatments are plant-based proteins. കീമോതെറാപ്പി നടക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ക്യാൻസർ ചികിത്സകൾ നടക്കുമ്പോഴും ഏറ്റവും നല്ല ഭക്ഷണം അത് സസ്യാഹാരം, സസ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രോട്ടീനുകളാണ്. They offer the highest levels of vitamins and minerals. അത് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള അളവിലുള്ള വൈറ്റമിനുകളും മിനറൽസും നിങ്ങൾക്ക് നൽകുന്നു. This means eating lots of vegetables as well as beans, legumes, nuts and seeds. ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 18 ബദാം വെള്ളത്തിലിട്ട് കുതിർത്തി കഴിക്ക്, ഒരു പിടി വരെ എള്ള് വെള്ളത്തിലിട്ട് കുതിർത്തി കഴിക്ക്. ഏതെല്ലാം തരത്തിലുള്ള നട്ട്സ് നിങ്ങളോട് ഞാൻ കഴിക്കാൻ പറയുന്നു. ഒരു നേരത്തെ ഭക്ഷണം പഴങ്ങളാക്ക്, വേവിക്കാത്ത പച്ചക്കറികളാക്ക്, ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറി ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസ്, കരിക്കിൻ വെള്ളം കുടിക്ക് എന്ന് ഞാൻ നാഴികയ്ക്ക് 40 വട്ടവും നിങ്ങളോട് പറയുന്നുണ്ട്. ഞാൻ അശാസ്ത്രീയൻ. പെപ്സിക്കോളയും കൊക്കരക്കോളയും കുടിക്കാൻ പറയുന്നവരെ ശാസ്ത്രീയന്മാര്. റെഡ് ബുള്ളും ബ്ലാക്ക് ബുള്ളും ഒക്കെ കുടിപ്പിക്കുന്നവര്, ചായ കാപ്പി പാഷാണം കുടിപ്പിക്കുന്നവരൊക്കെ ശാസ്ത്രീയര്. കരിക്കും വെള്ളവും ഫ്രൂട്ട് ജ്യൂസും വെജിറ്റബിൾ ജ്യൂസും വാഴപ്പിണ്ടി നീരും കുടിക്കാൻ പറയുന്ന ഞാൻ പഴഞ്ചൻ, പ്രാകൃതൻ, അശാസ്ത്രീയൻ, കച്ചവടം നടത്താൻ അറിയാത്തവൻ. അതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ജോൺ ഹോപ്കിൻസ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വിദഗ്ധ പറയുന്നു, നിങ്ങൾ ധാരാളം പച്ചക്കറികൾ, ബീൻസ്, ലിഗമെൻസ്, നട്ട്സ് ആൻഡ് സീഡ്സ് അതെല്ലാം കഴിക്കാൻ. എന്നിട്ട് കൂടെ പറയുന്നുണ്ട്, ഇഫ് യു ഡു ഈറ്റ് ആനിമൽ പ്രോട്ടീൻസ് ചൂസ് ലീൻ ഓപ്ഷൻസ് ലൈക്ക് ചിക്കൻ ഓർ ഫിഷ്. പിന്നെ നിങ്ങൾ മൃഗപ്രോട്ടീൻ കഴിക്കുമെങ്കിൽ അത് കോഴിയോ മത്സ്യമോ മാത്രം മതി എന്നാണ്. കഴിക്കുമെങ്കിൽ അതിലെ ധ്വനി കഴിക്കാതിരുന്നാൽ നല്ലത്. ഹെൽത്തി ഫാറ്റ്, കൊഴുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ വേണമെങ്കിൽ ഇറച്ചി കഴിക്കണ്ടേ, മുട്ട കഴിക്കണ്ടേ? നിങ്ങൾക്ക് ഫാറ്റ് കിട്ടണമെങ്കിൽ പച്ചക്കറി നിന്നാൽ കിട്ടുമോ എന്നൊക്കെയാണ് ചില ശാസ്ത്ര മന്ദബുദ്ധികൾ ഞങ്ങളോട് നിരന്തരം ചോദിക്കുന്നത്. സ്കൂളിൽ പഠിച്ചതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഇവിടെ എന്താണ് അവർ പറയുന്നത് നോക്കാം. ഹെൽത്തി ഫാറ്റ്സ്, മോണോ അൺസാച്ചുറേറ്റഡ് ആൻഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് also have health benefits. Avocados, olive oil, grapeseed oil and walnuts are high in omega-3 fatty acids which help combat inflammation and improve cardiovascular health. എത്ര ക്ലാസ്സുകളിലാണ് എന്നോട് ആൾ ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് മീനും ഇറച്ചിയൊന്നും കഴിക്കുന്നില്ലെങ്കിൽ omega-3 എവിടെ നിന്ന് കിട്ടും, ഫാറ്റ് എവിടെ നിന്ന് കിട്ടും, കാൽഷ്യം എവിടെ നിന്ന് കിട്ടും? ജോജോമാർ ഇതൊക്കെ ഇടക്ക് കയറി ഒന്ന് നോക്കണം. ലോകത്ത് ക്യാൻസർ ചികിത്സ അനുദിനം പുരോഗമിക്കുകയാണ്. ഞങ്ങൾ പറയുന്ന പ്രകൃതി ചികിത്സയിലേക്ക് നിങ്ങൾ പഴയ കണ്ടം ചെയ്ത വണ്ടിയാണ് ഇപ്പോഴും ഓടിക്കുന്നത്. ഇറച്ചി, മീൻ, മുട്ട, പാല്, മണ്ടൻ ബ്രെഡ്. കാലമൊക്കെ മാറി ജോജോ. പണ്ട് യൂണിവേഴ്സിറ്റിയിൽ, മെഡിക്കൽ കോളേജിൽ
പ്രധാന ഭാഗങ്ങളൊക്കെ മാറ്റി സിലബസിലുള്ളത് മാത്രം പഠിച്ചിറങ്ങിയവർക്ക്. എന്നാലും ഒരു ക്യാൻസർ ഡോക്ടറുടെ അമ്മ ചെയ്ത സിദ്ധ പ്രകൃതി ചികിത്സ കണ്ടിട്ട് പോലും കണ്ണു തുറക്കാത്ത കച്ചവടം നടത്തണ്ടേ, അപ്പോൾ പിന്നെ അതുകൊണ്ട് കണ്ണു തുറന്നിരിക്കാൻ പറ്റുമോ? പോട്ടെ. അപ്പോൾ ഈ അവക്കാഡോയും ഒലിവ് ഓയിലും ഗ്രേപ്പ് സീഡ് ഓയിലും വാൾനട്ട്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ തടയാനായിട്ട് കാർഡിയോവാസ്കുലർ ഹെൽത്ത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നന്നാകാനും ഒക്കെ സഹായിക്കുമെന്ന്. അപ്പോൾ ക്യാൻസർ പിടിച്ചാൽ മാത്രം ഇത് കഴിച്ചാൽ മതി എന്നാണോ? വിവേകമുള്ളവർ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനു കൂടെ ഇതെല്ലാം ശീലമാക്കണം എന്നാണോ ഇതിന് അർത്ഥമാകുന്നത് എന്ന് ആലോചിക്കുക. ഹെൽത്തി കാർബ്സ്. വെൻ ചൂസിങ് കാർബോഹൈഡ്രേറ്റ്സ്, opt for foods that are minimally processed like all wheat, bran and oats. ഞങ്ങൾ തവിട് കളയാത്ത അരിയുടെ ചോറ് തന്നെ തിന്നണം. ഹെൽത്തി കാർബ്സ് വേണം. കാർബോടോക്സിസിറ്റി, ഒറ്റവാക്ക് കാർബോടോക്സിസിറ്റി, നിങ്ങൾ നെറ്റിൽ നോക്ക്. ഇതൊന്നും ഇവരാരും ആരും കേട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്. വരികൾക്കിടയിലൂടെ വായിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. മൈദ കഴിക്കരുതെന്നൊക്കെ എഴുതി വെച്ചാലേ, ഇത് എഴുതിയിട്ടുള്ള സെൽവി രാജഗോപാലിനെ അവരവിടെ നിന്ന് ചെവിക്ക് കടലാസ് കൂട്ടി പിടിച്ച് പുറത്തിട്ടെന്ന് വരും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അവർക്ക് എഴുതാൻ പറ്റുള്ളൂ. എന്നാലും ഇത്രയൊക്കെ അവർ എഴുതുന്നുണ്ടല്ലോ. തവിട്, ഓട്സ്, ദീസ് ഹാവ് സോളുബിൾ ഫൈബർ വിച്ച് ഹെൽപ്സ് മെയിൻറ്റെയിൻ ഗുഡ് ഗട്ട് ബാക്ടീരിയ. ഇതിലെല്ലാം നല്ല വെള്ളത്തിൽ അലിയുന്ന ഫൈബറുണ്ട്. അത് നമ്മുടെ വയറ്റിലുള്ള ഗട്ട് ബാക്ടീരിയകളെ, നല്ല ഗട്ട് ബാക്ടീരിയകളെ സഹായിക്കും. ആ ഗട്ട് ബാക്ടീരിയകളാണ് സുഹൃത്തുക്കളെ നമ്മുടെ ശരീരത്തിൻ്റെ സുസ്ഥിതിയിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നത്. പലതരത്തിലുള്ള റെയറായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിലില്ലാത്ത വൈറ്റമിനുകളെയൊക്കെ ആ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരൊറ്റ ആൻറ്റിബയോട്ടിക് കഴിച്ച് ഈ ഗട്ട് ബാക്ടീരിയസ് ചത്തുപോയി കഴിഞ്ഞാൽ മാനസിക രോഗം വരെ നിങ്ങൾക്കുണ്ടാകാം. കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാതെ വരിക, ഗ്യാസ് ട്രബിള്, മലബന്ധം, നിരവധി തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങൾക്കുണ്ടായെന്ന് വരും. അപ്പോൾ നിങ്ങൾ ഫൈബറുള്ള തവിടുള്ള അരി, പഴങ്ങൾ, പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ ഈ ഗട്ട് ബാക്ടീരിയകൾ നന്നാകും. അതാണ് അവർ സൂചിപ്പിക്കുന്നത്. സോളുബിൾ ഫൈബർ also promotes the production of short chain fatty acids which lend a hand to everything from metabolism to cellular repair. നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ നല്ല കോശങ്ങൾ ഉണ്ടാകാൻ, കേടുപറ്റിയ കോശങ്ങളുടെ കേട് തീർക്കാനൊക്കെ സഹായിക്കുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകളെ ഈ സോളുബിൾ ഫൈബർ, നിങ്ങൾ കഴിക്കുന്ന നല്ല കാർബോഹൈഡ്രേറ്റിലെ തവിട്, ഫൈബർ പോലുള്ള കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മുടെ നാട്ടിലെ അലോപ്പതി ഡോക്ടർമാർ സകല രോഗികളോടും ഉപദേശിക്കുന്ന ഇറച്ചി, മീൻ, മുട്ട, ആശുപത്രിയിലെ രോഗികളുടെ വായിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുന്ന, ഭക്ഷണം കഴിക്കാൻ വലിയ ബോധമില്ലാത്ത അപ്പൂപ്പന്മാരുടെ അമ്മൂമ്മമാരുടെ ഉള്ളിലേക്ക് റബ്ബർ ട്യൂബ് വഴി കലക്കി ഒഴിച്ചു കൊടുക്കുന്ന ഈ മണ്ടം ബ്രെഡ് മിശ്രിതം ഇവിടെ കാണുന്നില്ല. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. Vitamin and minerals help our body's enzymatic processes which play a big role in boosting immune function and reducing inflammation. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിനുകളും മിനറലുകളും നമ്മുടെ ശരീരത്തിൻ്റെ എൻസൈമാറ്റിക് പ്രോസസ്സിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഉണർത്തുന്നതിൽ, ശക്തിപ്പെടുത്തുന്നതിലും നീർക്കെട്ട്, രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ക്യാൻസറിൻ്റെ പോലും അടിസ്ഥാന കാരണമായ ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വെൻ പോസിബിൾ, സെലക്ട് ഫുഡ്സ് ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ ഡി. ദീസ് മേ ഇൻക്ലൂഡ് മിൽക്ക്, ഓറഞ്ച് ജ്യൂസ്, യോഗർട്ട് ആൻഡ് സം സീരിയൽസ്. ഇപ്പോൾ എപ്പോഴെല്ലാം നിങ്ങൾക്ക് സാധ്യമാകൂ അപ്പോഴെല്ലാം വൈറ്റമിൻ ഡി ചേർത്തിട്ടുള്ള പാല്, ഓറഞ്ച് ജ്യൂസ്, യോഗർട്ട് ആൻഡ് ചില ധാന്യങ്ങൾ, ഇവയൊക്കെയാണ് അവർ നിർദ്ദേശിക്കുന്നത്.
ഇതിൽ പാലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന കാര്യം ഒന്ന് ഇവിടെ പറയട്ടെ. അതെന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ പിന്നീട് പറയാം. എന്താണ് ഡോക്ടർ ജോജോയ്ക്ക് ജോൺ ഹോപ്കിൻസ് ക്യാൻസർ ചികിത്സകരുടെ ഈ അഭിപ്രായത്തോട് പറയാനുള്ളത്? ജോജോയുടെ ക്യാൻസർ ചികിത്സയ്ക്ക് വരുന്നവരോട് ഇങ്ങനെയൊരു ചികിത്സയാണോ പറഞ്ഞു വിടുന്നത്? ഭക്ഷണക്രമം ഇങ്ങനെയാണോ പറഞ്ഞു വിടുന്നത്? അതോ അതൊന്നും നമ്മുടെ വകുപ്പിൽപ്പെട്ടതല്ല, എന്തു വേണമെങ്കിലും തിന്നോ, ഇഷ്ടമുള്ളതൊക്കെ തിന്നോ? ഈ കീമോ, റേഡിയേഷൻ, കീറൽ, കരിക്കൽ, വിഷം കലക്കൽ, ആ കലാപരിപാടി മാത്രം നടത്തി വിടുകയാണോ? അവിടുത്തെ ചികിത്സ കഴിഞ്ഞാൽ ചിലരെ എനിക്കറിയാം. അതിലും അദ്ദേഹം പറയട്ടെ അത്. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറയണില്ല, മിണ്ടണില്ല. ഏത് ക്യാൻസർ വിദഗ്ധനാണ് സ്വന്തം അമ്മയെ ഡോക്ടർ CP മാത്യുവിൻ്റെ സിദ്ധ ചികിത്സയ്ക്കും പ്രകൃതി ചികിത്സയ്ക്കും വിധേയമാക്കിയത്? ആ അമ്മയുടെ പേരെന്താണ്? ആ നല്ലവനായ മകൻ്റെ പേരെന്താണ്? കാരണം സ്വന്തം അമ്മയോട് ദ്രോഹം ചെയ്യാൻ പറ്റില്ലല്ലോ. തൻ്റെ മാനം രക്ഷിക്കാനെങ്കിലും അമ്മയ്ക്ക് കീമോ ഇരിക്കട്ടെ എന്ന് ഇപ്പോഴത്തെ ചില മക്കൾ വിചാരിക്കുന്ന പോലെ വിചാരിച്ചില്ലല്ലോ. നല്ല മകനാണ്, പൂവിട്ട് പൂജിക്കേണ്ട മകനാണ്. നാട്ടുകാർക്ക് മുഴുവൻ കീമോ, വിഷം കലക്കലും റേഡിയേഷൻ കരിക്കലും കത്തിക്കുത്തി കീറലുമൊക്കെ സമ്മാനിക്കുന്നവനാണെങ്കിലും സ്വന്തം അമ്മയ്ക്ക് അതൊന്നും ചെയ്തില്ലല്ലോ. ഏറ്റവും നിരുപദ്രവമായ അമ്മയുടെ ക്യാൻസർ മാറിയില്ലെങ്കിലും ദുരിതദ്രോഹം ചെയ്യാതിരിക്കാനുള്ള താൻ പഠിച്ചത് കരിക്കലും കീറലും വിഷം കലക്കലുമൊക്കെയാണ്, അതുതന്നെ ചെയ്തേ അടങ്ങുമെന്നുള്ള ദുർവാശിയൊന്നും കാണിച്ചില്ലല്ലോ. അപ്പോൾ ആ മകനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അതാരാണ് എന്നെന്താണ് ജോജോ ഒന്ന് പറയാത്തത്? ഒന്ന് പറയൂ, ഞങ്ങളൊന്ന് അറിയട്ടെ. അല്ല, ജോജോയ്ക്ക് അങ്ങനെ ഒരാളെക്കുറിച്ച് അറിവേ ഇല്ല എങ്കിൽ അതും പറഞ്ഞോളൂ. ഈ ഡോക്ടർ CP മാത്യു കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗത്തിൻ്റെ തലവനായിരുന്നു. അവിടെ വലിയ പരിഷ്കാരങ്ങൾ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന പലതിൻ്റെയും സാധ്യതകൾ തുറന്നിട്ടത് ഡോക്ടർ CP മാത്യു ആണ്. അദ്ദേഹം പിന്നെ കീമോ ചെയ്യരുത് എന്ന് പറയുന്ന നിലയിലേക്ക് വന്നത് എങ്ങനെയാണ്? അത് താൻ മരണത്തിന് വേണ്ടി വിട്ട ഒരു രോഗി എൻ്റെ അടുത്ത് വന്നില്ലേ, ഹബിസത്ത് ബീവി, അതുപോലെ ഉപേക്ഷിച്ച് വിട്ട ഒരു രോഗി ഏറെ നാൾ കഴിഞ്ഞ് ആരോഗ്യത്തോടെ മുന്നിലേക്ക് വന്നപ്പോൾ ഞെട്ടിപ്പോയി. നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടു? അത് ഞാൻ ഇടുക്കിയിലുള്ള ഒരു ലാടവൈദ്യൻ്റെ ചികിത്സയിലായിരുന്നു രക്ഷപ്പെട്ടത്. പോയി ഡോക്ടർ CP മാത്യു, ആ ലാടവൈദ്യനെ കണ്ടു. അദ്ദേഹം ക്യാൻസർ രോഗികൾ പലരെയും സുഖപ്പെടുത്തുന്നത് കണ്ടു. തനിക്ക് കഴിയാത്തത്, ആധുനികമെന്ന് താൻ കരുതിയ ശാസ്ത്രത്തിന് കഴിയാത്തത് ആ ലാടവൈദ്യൻ നടത്തുന്നത് കണ്ട് അദ്ദേഹത്തോടൊപ്പം കൂടി. അലഞ്ഞു തിരിഞ്ഞ് നടന്നു, കാട്ടിലും മറ്റും നടന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ, അദ്ദേഹത്തെപ്പോലെ തന്നെ താപസനെ പോലെ ജീവിച്ചു, പഠിച്ചെടുത്തു, ആ സിദ്ധരീതികൾ ചെയ്തു. ആ സിദ്ധ ഡോക്ടറോട് സ്വന്തം അമ്മയുടെ രോഗം മാറി, സിദ്ധ ചെയ്തും പ്രകൃതി ചികിത്സ ചെയ്തും സ്വന്തം അമ്മയുടെ ക്യാൻസർ മാറിയിട്ടും ഓങ്കോളജി വാദം മുഴക്കിയപ്പോൾ ഡോക്ടർ CP മാത്യു ഈ ക്യാൻസർ മകനോട്, അല്ല ക്യാൻസർ വിദഗ്ധൻ മകനോട്, എടാ വിഡ്ഢി, നിനക്കിനിയും മനസ്സിലായില്ലേ, ബോധ്യായില്ലേ? ഞാനല്ലേ നിന്റെ അമ്മയുടെ ക്യാൻസർ മാറ്റിയത്, സിദ്ധ കൊണ്ടല്ലേടാ എന്നും ചോദിച്ചതായിട്ട് കേൾക്കുന്നുണ്ട്. ആരോടാണ് ജോജോ? ഒന്ന് പറയ്, മിണ്ടാതിരിക്കല്ലേ, വാ തുറക്ക്. അതുകൂടെ കേട്ടിട്ട് അടുത്ത ഭാഗം അടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ ഞാൻ പറഞ്ഞുകൊള്ളാം. ഏതായാലും ഇത്തരം സംവാദങ്ങൾ വളരെ നല്ലതാണ്. എൻ്റെ ഏത് വീഡിയോയും ജോജോയ്ക്കെന്ന് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും എടുത്ത് കാണിക്കാം. ഞാൻ പറഞ്ഞിട്ടുള്ള തെറ്റുകളെ ആർക്ക് വേണമെങ്കിലും നിശിതമായി വിമർശിക്കാം. എനിക്ക് തിരുത്താനുള്ളൊരവസരം കൂടിയാണ്
ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം ചെയ്തിട്ടുള്ളതെല്ലാം 100% ശരിയാണ് എന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. എൻ്റെ ഉത്തമ വിശ്വാസവും ബോധ്യവും നിരന്തരമായി ചെയ്ത് ആവർത്തിച്ചുള്ള ഫലപ്രാപ്തിയുടെ ബോധ്യവുമൊക്കെയാണ് എന്നെ ഇതിൽ മുന്നോട്ട് നയിക്കുന്നത്. എനിക്ക് തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിലും ആ തെറ്റുകൾ കൊണ്ട് ഏറ്റവും കുറഞ്ഞ അപകടമേ എൻ്റെ രോഗികൾക്ക് വരാറുള്ളൂ. ആരെങ്കിലും ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ ഞാൻ തയ്യാറുമാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ആർക്ക് വേണമെങ്കിലും എടുത്ത് കാണിക്കാം. അസഭ്യ രീതിയിലല്ല എങ്കിൽ ഞാൻ ഒരിക്കലും അത് ബ്ലോക്ക് ചെയ്യുകയോ റിപ്പോർട്ട് ചെയ്ത് ആ ചാനൽ അടച്ചുപൂട്ടിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളിൽ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല, ഇങ്ങനെയല്ല അവരുടെ ട്രീറ്റ്മെൻ്റ് എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഭാഗം എടുത്തു കൊടുത്തിട്ട് തന്നെ പറഞ്ഞോളൂ. ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യില്ല. ഉത്തരം പറയണം ജോജോ. കാത്തിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിയുന്നത്ര ഷെയർ ചെയ്യുക, കമൻറ്റുകൾ എഴുതുക, ലൈക്ക് ചെയ്യുക. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആരോഗ്യരംഗത്തെ പ്രതിപക്ഷമാണ് നമ്മൾ. നന്ദി, നമസ്കാരം.